Hey Maya makers, welcome back to another video of Commerce Companion. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയിലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പോർഷനാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ നമുക്ക് 4 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ടോപ്പിക്സിനെ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, സ്ട്രക്ചറിങ് ഡാറ്റാബേസ് ഫോർ അക്കൗണ്ടിങ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഫോർ അക്കൗണ്ടിങ്. ഇതിന് 4നെ നമ്മൾ സബ് ടോപ്പിക്സ് ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ്. ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് മീനിങ് ഓഫ് കമ്പ്യൂട്ടർ, എലമെൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്മ്യൂണിക്കേഷൻ, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, ഡിസിഷൻ മേക്കിംഗ് ഇൻ ഓർഗനൈസേഷൻസ്, അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഇനി ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതുപോലെ അതിന് സിമ്പിൾ ടേംസിലൊരു ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് ഇൻഫോർമേഷനെയും ഡാറ്റകളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ എലമെൻറ്റുകൾ എന്തൊക്കെയാണ്. അതിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്നതാണ് ഹാർഡ്വെയർ എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാമുകളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഇനി സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക് ഡാറ്റയുടെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനായിട്ട് ട്രീറ്റ് ചെയ്യുക. 2 എലമെൻറ്റുകളാണ് അതിൽ മെയിനായിട്ട് വരിക, സെൻഡർ ആൻഡ് റിസീവർ. മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുക. അതുപോലെ തന്നെ ആരാണ് മെസ്സേജ് റിസീവ് ചെയ്യുന്നത്, അദ്ദേഹമാണ് റിസീവർ. നമ്മൾ പാസ് ചെയ്യുന്നത് എന്താണോ അതിനെയാണ് മെസ്സേജ് എന്ന് പറയുക. ഏത് വേയിലൂടെയാണ് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മീഡിയമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. അതിന് 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഇൻപുട്ട് ഡിവൈസസ്, മെമ്മറി യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതായത് കീബോർഡ്, മൗസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. മെമ്മറി യൂണിറ്റിന് നമുക്ക് 3 ആയിട്ട് തിരിക്കാം, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. മെമ്മറി യൂണിറ്റിൽ തന്നെ വരുന്നതാണ് റാമും റോമും എല്ലാം. നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാറ്റേനെ പുറത്തേക്ക് റിസൾട്ടായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് മോണിറ്റർ, പ്രിൻ്റർ, ഇതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ കീഴിൽ വരുന്നത്. ഓർഗനൈസേഷനിൽ ഡിസിഷൻ മേക്കിംഗ് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് പോലും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. മാനേജറിയൽ ഫങ്ഷൻസിൻ്റെ എല്ലാം ഇംപ്ലിമെൻറ്റേഷന് ഡിസിഷൻ മേക്കിംഗ് വളരെയധികം സഹായിക്കുന്നു. മാത്രമല്ല ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് പെർവസീവാണ്, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽസിലും ഈ ഡിസിഷൻ മേക്കിംഗ് എത്തിപ്പെടുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റാണ് ഒരു ഓർഗനൈസേഷൻ്റെ മാനേജറിയൽ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഡിസിഷൻ മേക്കിംഗ് വഴി സാധിക്കും. നല്ലൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡിസിഷൻസും അതേപോലെ തന്നെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി മനസ്സിലാക്കാനും അത് ഇൻക്രീസ് ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് വഴി നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന പ്ലാനുകളും പോളിസികളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഡിസിഷൻ മേക്കിംഗ് വഴി സാധിക്കുന്നു. മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് പല രീതിയിൽ ആ ഫോൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഒന്നിൽ നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കാം, അതുപോലെ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. അതിൽ നമ്മളെടുക്കുന്നൊരു ഡിസിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ഡിസിഷൻ എടുക്കുമ്പോഴും വെറൈറ്റി ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്. അവരതിൽ നിന്ന് എടുക്കുന്ന ബെസ്റ്റ് ആണ് ഡിസിഷനായിട്ട് വരിക. മാത്രമല്ല ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്ഫുൾ ഓപ്പറേഷനും ഈ ഡിസിഷൻ മേക്കിംഗ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആണ്. ഇതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഓണേഴ്സ്, ബിസിനസ്സിൻ്റെ എക്സിക്യൂട്ടീവ്സ്, അതുപോലെ തന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരും, അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് തരുന്ന ബാങ്ക്സ്, അതുപോലെ നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്ന ഗവൺമെൻറ്, എംപ്ലോയീസ്, ഇതെല്ലാം അക്കൗണ്ടിങ് റിപ്പോർട്ട്സിൻ്റെ യൂസേഴ്സ് അല്ലെങ്കിൽ അവരെല്ലാം ഈ ഒരു അക്കൗണ്ടിങ് റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ്.
അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് എപ്പോഴും നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും എല്ലാം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അക്കൗണ്ടിങ് ചെയ്യുന്നതിനാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില ദോഷങ്ങളുണ്ട്. അതേതൊക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്സസിന് ഇത് സഹായിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ആക്സസ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ലോഡ് കുറയുന്നതുകൊണ്ട് അത് സ്റ്റാഫിനൊരു മോട്ടിവേഷനാണ്. മാത്രമല്ല ടാക്സ് കമ്പ്യൂട്ടേഷൻ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാകുന്നു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് എടുക്കാവുന്നതാണ്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡാറ്റ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ പവർ ഫെയിലിയർ ഒക്കെ വരാം ഈ കമ്പ്യൂട്ടറിന്. അപ്പോൾ നമ്മൾ ഡാറ്റ സേവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡാറ്റ മൊത്തം ലോസ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കേടായാലോ, മാത്രമല്ല ഹാക്കിങ്ങിൻ്റെയൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ ലോസിന് അത് വഴിവെക്കും. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസും ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമായിട്ട് പറയാനുള്ളത്. ഇനി പഠിക്കുന്ന 3 കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ആദ്യത്തെയാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം അഥവാ TPS. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്നുള്ള നിലയിലാണ് ഈ ഒരു TPS ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതുവഴിയായിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻസ് ബിസിനസ്സിലേത് റെക്കോർഡ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അത് അപ്ഡേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിൻ്റെ ബിസിനസ്സിൻ്റെ നീഡ് അനുസരിച്ച് റീട്രൈവ് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കുന്നു. ഇതായിരുന്നു ഒരു TPS സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പോണൻ്റ് ആയിട്ട് വരുന്നത് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് എന്താണ്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റേനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. TPS സിസ്റ്റത്തിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഡാറ്റ എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റർ ചെയ്യുന്ന ഡാറ്റേനെ വാലിഡേറ്റ് ചെയ്യുന്നു. ആ വാലിഡേറ്റ് ചെയ്തത് ഡാറ്റ പ്രോസസ്സിംഗ് നടന്നതിന് ശേഷം ഒന്നുകൂടെ റീവാലിഡേഷൻ നടക്കുന്നു. ഈ റീവാലിഡേറ്റ് ചെയ്ത ഡാറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതിനെ ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ റിപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് ഒരു TPS സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അഥവാ MIS. ഈ ഒരു സിസ്റ്റം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ്. ഇത് യൂസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ഡാറ്റാസ് എത്തിച്ചു കൊടുക്കുക. ഇത് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നു, പക്ഷേ ഒരു ഡിസിഷൻ എടുത്ത് കൊടുക്കുന്നില്ല. പകരം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട ഡാറ്റയാണ് ഈ ഒരു സിസ്റ്റം വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് നിരവധിയായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടും. അതിനെയാണ് നമ്മൾ MIS റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് അക്കൗണ്ടിംഗ് റിപ്പോർട്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്, ഇൻവെൻട്രി റിപ്പോർട്ട്, മാനേജ്മെൻറ്റ് കൺട്രോൾ റിപ്പോർട്ട്. ഇതെല്ലാമാണ് MIS റിപ്പോർട്ടുകളിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റം അഥവാ AIS. ഈ ഒരു സിസ്റ്റം നമ്മുടെ ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിൻ്റെയും ഇപ്പോഴത്തെ മോഡേൺ അക്കൗണ്ടിങ്ങിൻ്റെയും ഒരു മിക്സാണ്. ഈ ഒരു സിസ്റ്റം വഴിയായിട്ട് നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റങ്ങളെല്ലാം കമ്പൈൻ ചെയ്യുന്നു. മാത്രമല്ല അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റഡിയും പ്രാക്ടീസും ഇതുവഴി നടക്കുന്നു. ഇതിൻ്റെ കോമ്പോണൻസ് ആയിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പീപ്പിൾ, അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് യൂസേഴ്സ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ സിസ്റ്റം യൂസ് ചെയ്യുന്ന അക്കൗണ്ടൻസ് എല്ലാം ഇതിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻസും പ്രൊസീജിയേഴ്സും. മാത്രമല്ല ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് മെയിൻലി അക്കൗണ്ടിങ് ഡാറ്റ തന്നെയാണ്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതാണ് IT ഇൻഫ്രാസ്ട്രക്ചർ. അതുപോലെ തന്നെ ഇത് നല്ലൊരു ഇൻറ്റേർണൽ കൺട്രോളിങ് സിസ്റ്റം കൂടിയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഇതിൽ വരുന്ന ടോപ്പിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, നീഡ് ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആൻഡ് ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഇതിൽ ഓരോ ടോപ്പിക്ക് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അക്കൗണ്ടിങ് ചെയ്യുന്നതിനാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് കോമ്പോണൻസ് എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വേണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ഈ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു.
നെക്സ്റ്റ് വരുന്ന കോമ്പോണൻ്റ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷനിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നതാണ് ഈ ട്രയൽ ബാലൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എല്ലാം. നമ്മൾ ജേർണൽ എൻട്രി മാത്രമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്കാണ് നീഡ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. എന്തിനു വേണ്ടിയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? ആദ്യത്തെ പോയിൻ്റാണ് ന്യൂമറസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ വരുന്ന സിറ്റുവേഷനിൽ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനും അത് മോഡിഫൈ ചെയ്ത് ഒരു ഫ്ലെക്സിബിൾ റിപ്പോർട്ടിങ്ങിനും ഇത് സഹായിക്കുന്നു. മാത്രമല്ല കാൽക്കുലേഷൻസ് എല്ലാം വളരെ അക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ വർക്കിനെ ഇത് റിഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ മാനുവലായിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം ഇതിൻ്റെ കാര്യത്തിൽ വളരെ കുറവായിരിക്കും. ഇതാണ് ഇതിൻ്റെ മറ്റൊരു നീഡ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലുള്ള ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 പോയിൻറ്റുകളാണുള്ളത്. അക്കൗണ്ടിങ് ഫ്രെയിംവർക്ക് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അക്കൗണ്ടിങ് ഫ്രെയിംവർക്ക് ഇതിൽ വരുന്നത് നമുക്കിതിന് വേണ്ടൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് വേണം. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ റിക്വയർമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഫ്രെയിംവർക്ക് ഇതിൽ വരുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിലനിൽക്കുന്നത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റാബേസ് ഉൾക്കൊള്ളുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് നമുക്കുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മാനുവൽ അക്കൗണ്ടിങ്. അതായത് നമ്മൾ ട്രഡീഷണലി ചെയ്തു വരുന്ന അക്കൗണ്ടിങ്ങും ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാനുവൽ അക്കൗണ്ടിലാണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിലാണെങ്കിലും ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ്, അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് മാനുവൽ അക്കൗണ്ടിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിലും നമ്മൾ തന്നെയാണ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ മാനുവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പുസ്തകങ്ങളിൽ റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ മെയിൻ ഡിഫറൻസ് വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഹ്യൂമൻസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലും മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഹ്യൂമൻസ് ആണ് അത് ചെയ്യുന്നത്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്പോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ഇതാണ് മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള മേജർ ഡിഫറൻസസ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്താണെന്നാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ മാനുവലി അക്കൗണ്ടിങ് ചെയ്യുന്ന കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇത് പല ടൈപ്പ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. പേഴ്സണൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ലോ ആൻഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, മിഡ് മാർക്കറ്റ് സോഫ്റ്റ്വെയർ, ഹയർ ആൻഡ് സോഫ്റ്റ്വെയർ. പേഴ്സണൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലോ ആൻഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഓർഗനൈസേഷൻസിനും, മിഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു മിഡിൽ ലെവലിലും, ഹയർ എൻഡ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം യൂസ് ചെയ്ത് വരുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസുമാണ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, റിലയബിൾ ആയിരിക്കണം. നമുക്ക് എപ്പോഴും വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ നീഡുമായിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് യൂസബിലിറ്റി. മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഡിജിറ്റൽ ഡാറ്റകളെല്ലാം ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇതിന് വേണം. മാത്രമല്ല സെക്യൂർഡ് ആയിരിക്കണം, പോർട്ടബിൾ ആയിരിക്കണം. നമ്മുടെ ഡാറ്റയെ മറ്റൊരു കാര്യവുമായി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്ന നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് സ്ട്രക്ചറിങ് ഡാറ്റാബേസ് ഫോർ അക്കൗണ്ടിങ്. ഇതിൽ വരുന്ന ടോപ്പിക്സ് ആണ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, ഡാറ്റ പ്രോസസ്സിംഗ്, ഡാറ്റാബേസ് ഡിസൈൻ, RDBMS. അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, അക്കൗണ്ടൻസ് പ്രിപ്പയർ ചെയ്യുന്ന റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് ആണ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. അവർ പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ്. നമുക്കതിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: ക്യാഷ് വൗച്ചർ ആൻഡ് നോൺ ക്യാഷ് വൗച്ചർ. ക്യാഷ് വൗച്ചറിനെ പിന്നെ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഡെബിറ്റ് വൗച്ചർ ആൻഡ് ക്രെഡിറ്റ് വൗച്ചർ. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള റോ ഡാറ്റയെ ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതിൻ്റെ കോമ്പോണൻറ്റ്സ് ആണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ഇതാണ് റോ ഡാറ്റ. ഇതിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു.
ഇതിനെ ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഡാറ്റയെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത ശേഷം ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഡാറ്റയെ കിട്ടുമ്പോഴാണ് നമ്മളതിനെ ഇൻഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡാറ്റാബേസ് ഡിസൈൻ. ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡാറ്റാബേസ് ഡിസൈൻ എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ ഡാറ്റ മോഡൽസിൻ്റെ എലമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റാബേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ സ്റ്റെപ്സ് ആണ് റിയാലിറ്റി, ഡിസൈൻ, റിലേഷണൽ ഡാറ്റ മോഡൽ, നോർമലൈസേഷൻ ആൻഡ് റിഫൈൻമെൻറ്റ്. ഈ ഓരോ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. റിയാലിറ്റി, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡാറ്റാബേസിൻ്റെ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്താണോ അതിനെയാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻറ്റിറ്റി റിലേഷൻഷിപ്പ്, നമ്മൾ ഏത് ടൈപ്പ് ഡാറ്റാബേസ് ആണോ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ പിക്ചോറിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റിലേഷണൽ ഡാറ്റ മോഡൽ. പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനെ ഒരു ഇൻ്റർ റിലേറ്റഡ് ഡാറ്റയായിട്ട്, അതായത് ടേബിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് റിലേഷണൽ ഡാറ്റ മോഡൽ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നോർമലൈസേഷൻ. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിനകത്ത് കുറേ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ വന്നിട്ടുണ്ടാകും. അതിനെ എലിമിനേറ്റ് ചെയ്ത് മാക്സിമം റിഫൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് നോർമലൈസേഷൻ. ഇനി റിഫൈൻമെൻറ്റ് പറയുന്നത് നോർമലൈസേഷൻ്റെ ഔട്ട്കം ആണ് എപ്പോഴും റിഫൈൻമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ അഥവാ മോഡൽ, അതിൻ്റെ മേജറായിട്ടുള്ള എലമെൻറ്റുകളാണ് എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, ഐഡൻറ്റിഫയേഴ്സ് ആൻഡ് റിലേഷൻഷിപ്സ്. ഇതിനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് സിമ്പിൾസ് ഉണ്ട്, അത് പഠിച്ചിരിക്കേണ്ടതാണ്. ഓരോ എലമെൻറ്റ്സും എന്താണെന്ന് ചെക്ക് ചെയ്യാം. എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡിലെ ഏതെങ്കിലും ഒരു തിങ്, ഫോർ എക്സാമ്പിൾ പേഴ്സൺ, കമ്പനി, എന്ത് വേണമെങ്കിലാകാം. നെക്സ്റ്റ് ഈസ് ആട്രിബ്യൂട്ട്, ഒരു എൻറ്റിറ്റിയിലെ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള പ്രോപ്പർട്ടി പോസ് ചെയ്യുന്ന ഐറ്റം. അതായത് ഇപ്പോൾ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്, വെയ്റ്റ്, ഇതെല്ലാമാണ് ആട്രിബ്യൂട്ട്സ്. നെക്സ്റ്റ് ഈസ് ഐഡൻറ്റിഫയർ, ഈ ആട്രിബ്യൂട്ടിൽ തന്നെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യുണീക്കായിട്ട് പറയാൻ സാധിക്കുന്നത് സ്റ്റുഡൻറ്റ് ID ആണ്. ഇതാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലിങ്കുകളാണ്. ഡയഗ്രത്തിലെ വേരിയസ് ആയിട്ടുള്ള കോമ്പോണൻസിനെ, അതായത് എൻറ്റിറ്റികളെ കണക്ട് ചെയ്യുന്ന ലിങ്കിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഗ്രീസ് 3 നമ്മൾ പറയുക: യൂണറി, ബൈനറി, ടെർണറി. ഒരു എൻറ്റിറ്റിയെ മാത്രം കണക്ട് ചെയ്യുമ്പോൾ യൂണറി എന്നും, 2 എൻറ്റിറ്റികളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ബൈനറി എന്നും, 3 എൻറ്റിറ്റികളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ടെർണറി എന്നും പറയുന്നു. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഈ ഒരു 3 കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യത്തെയും ഡാറ്റയായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഡാറ്റാബേസ്, നമ്മൾ ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റകളെ സ്റ്റോർ ചെയ്യുന്ന പ്ലേസാണ് ഡാറ്റാബേസ്. ഇതിൽ നിന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഡാറ്റാബേസുകളെയെല്ലാം, നമുക്ക് പല ടൈപ്പ് ഡാറ്റാബേസുകൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുണ്ടാകും, ആ എല്ലാ ഡാറ്റാബേസുകളെയും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത് ഉപയോഗിക്കുന്നത് ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ടെർമിനോളജി തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിന് യൂസ് ചെയ്യുന്നത് റിലേഷണൽ മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇതാണ് പോപ്പുലർലി നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്ന ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ അക്കൗണ്ടിങ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് മീനിങ് ഓഫ് ഡാറ്റാബേസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റാബേസ് ആൻഡ് കോമ്പോണൻറ്റ്സ് ഓഫ് ഡാറ്റാബേസ്. എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് നോക്കാം. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ ഡാറ്റാബേസുകളെയും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും യൂസർക്ക് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്ന സിസ്റ്റമാണ്. ഇതുവഴിയായിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഡാറ്റയെ മാനേജ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും അത് ആവശ്യമുള്ള സമയത്ത് റീട്രൈവ് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കുന്നു. നിരവധി ഡാറ്റാബേസുകൾ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നും ഡിസഡ്വാൻറ്റേജ് എന്നും നോക്കാം. ഡാറ്റാബേസ് വഴി ഈസിയായി നമുക്ക് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഡാറ്റ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതിനും
ഡാറ്റ എൻട്രി റിഡ്യൂസ് ചെയ്യുന്നതിനും സാധിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഇത് കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. മാത്രമല്ല ഇനീഷ്യൽ ട്രെയിനിങ്ങും ഇതിനാവശ്യമുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവുമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. 4 എണ്ണമായിട്ട് അതിനെ തിരിക്കാം. ഡാറ്റ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് യൂസേഴ്സ്. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റോ ആയിട്ടുള്ള ഇൻഫോർമേഷൻ. നെക്സ്റ്റ് ഈസ് ഹാർഡ്വെയർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ കോമ്പോണൻറ്റ്, അതായത് കമ്പ്യൂട്ടർ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതിൽ നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അത് യൂഷ്വലി SQL ആണ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. യൂസർ എന്ന് പറയുന്നത് ആരാണോ ഡാറ്റാബേസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ യൂസർ എന്ന് പറയുന്നത്. ഇതാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കോമ്പോണൻറ്റ്സ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മേജറായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ബി യു, ബി യുണീക്ക്.